അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹോസ്പിറ്റൽ ICUവിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ മെഡിക്കൽ മോണിറ്ററുകളുടെ ബീപ്പ് ശബ്ദം മാത്രം കേട്ടുണർന്ന് ശരീരമാസകലം പരിക്കേറ്റ് ദിവസങ്ങളോളം അബോധാവസ്ഥയിലായിരുന്ന ഡോക്ടർ അൻഷിഫ് പതുക്കെയതാ കണ്ണുകൾ തുറക്കുന്നു. വെളിച്ചം കണ്ണുകളിലേക്ക് അടച്ചു കയറിയപ്പോൾ അവന് ചുറ്റുമുള്ളത് തിരിച്ചറിയുവാൻ സമയമെടുത്തു. ഓർമ്മകളുടെ നേർത്തൊരു നൂലിഴ അവൻ്റെ മനസ്സിലേക്ക് തിരിഞ്ഞു വന്നു. ഓർമ്മ മനസ്സിലേക്ക് വന്ന നിമിഷം അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചത് ഒരേയൊരു പേര് മാത്രമായിരുന്നു: ബുഷി. എൻ്റെ ബുഷി. ബുഷി എവിടെ? തൊട്ടടുത്ത് നിന്നിരുന്ന സിനാൻ്റെ കൈകളിൽ അൻഷിഫ് ബലമില്ലാതെ വിരലുകളാൽ മുറുകെ പിടിച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒലിച്ചിറങ്ങി. സിനാൻ, സിനാൻ, ബുഷി എവിടെടാ? എനിക്ക് ബുഷിയെ കാണണം. ഞാൻ അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് അവളോടൊന്നുള്ളു തുറന്ന് മാപ്പ് പറയണം. എൻ്റെ പെണ്ണ് പാവമായിരുന്നടാ. ഞാൻ കാണിച്ച തെറ്റുകൾക്ക് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എവിടെ അവൾ? അൻഷിഫിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എന്നാൽ സിനാൻ്റെ മുഖത്ത് ഒരു സുഹൃത്തിൻ്റെ ആശ്വാസമോ സ്നേഹമോ ഉണ്ടായിരുന്നില്ല. തികച്ചും സിനാൻ മാറിപ്പോയിരിക്കുന്നു. അവൻ്റെ കണ്ണുകളിൽ വന്യമായ ഒരു ഭാവം മിന്നിമറഞ്ഞു. അൻഷിഫിൻ്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് സിനാൻ തികഞ്ഞ ദേഷ്യത്തോടെയും വെറുപ്പോടെയും സംസാരിക്കാൻ തുടങ്ങി. ബുഷിയെക്കുറിച്ച് നീ കൂടുതൽ ആലോചിക്കണ്ട അൻഷിഫ്. ഒരിക്കൽ പോലും നിനക്ക് ഇനി അവളെ കാണാൻ പറ്റില്ല. അവളുടെ നില അതീവ ഗുരുതരാണ്. നീ അവളൊരുപാട് ഉപദ്രവിച്ചതല്ലേ. ഇനി അതിനെക്കുറിച്ച് നീ ചിന്തിക്കുകയേ വേണ്ട. മനസ്സിലായല്ലോ? സിനാൻ്റെ വാക്കുകൾ ഒരു ചാട്ടുള്ളി പോലെ അൻഷിഫിൻ്റെ നെഞ്ചിൽ തറച്ചു. ഇല്ലടാ, എനിക്ക് അവളെ ഒന്ന് കാണണം, ഒരു വട്ടമെങ്കിലും. അൻഷിഫ് വീണ്ടും അതാ കൂട്ടുകാരൻ്റെ മുമ്പിൽ കെഞ്ചി. ഓ പിന്നെ ബുഷി പാവം. സിനാൻ പരിഹാസത്തോടെ ചിരിച്ചു. അതെ, ബുഷിക്ക് നിന്നെ ഇനി വേണ്ട. അവളുടെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയില്ല. കഴിവ് കെട്ടവനായ അൻഷിഫ്, നീ എന്തിനാണ് വീണ്ടും ആ പെണ്ണിൻ്റെ ഭാവി ജീവിതം നശിപ്പിക്കുവാൻ വേണ്ടി നോക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, ഒരിക്കൽ പോലും നീ ഇനി അവളെക്കുറിച്ച് ചോദിക്കരുത്. അവൾ നിനക്ക് ചേർന്നതല്ല. അവൾ ഇനി ഭൂലോകത്ത് നിന്ന് തന്നെ മാഞ്ഞു പോവുകയാണ്. ആ വാക്കുകൾ പറയുമ്പോൾ സിനാൻ്റെ കണ്ണുകൾ നിറയുന്ന പോലെ അഭിനയിച്ചു. സാരല്ലടാ, എന്താ ചെയ്യുക? എന്നാൽ ശരിക്കും തൻ്റെ കൂട്ടുകാരൻ സിനാൻ്റെ ഭാവം തന്നെ മാറിയിരിക്കുന്നു. പഴയ സിനാൻ ഇങ്ങനെയായിരുന്നില്ല. ബുഷിയെക്കുറിച്ച് എന്നോട് കൂടുതലായിട്ട് ചോദിക്കുകയായിരുന്നു, പറയുകയായിരുന്നു. എല്ലാം നല്ലതിനെന്ന് കരുതി പറയുകയായിരുന്നു. പക്ഷെ ഇപ്പോഴതാ അവളെക്കുറിച്ച് ഇങ്ങനെ അവൻ പറയുന്നു. ശരിക്കും അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. സിനാൻ, ബുഷി എവിടെ? എനിക്കൊന്ന് കാണണം ഓളെ. വീണ്ടും അവൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അൻഷിഫിന് ദേഷ്യമാണ് വന്നത്. എടാ കഴിവ് കെട്ട തെണ്ടി, നിനക്ക് ഇനിയും അവളെ വേണമല്ലേ? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ബുഷിയുടെ ഉമ്മ, ഞാൻ ബുഷിയുടെ ഉമ്മയെ പറഞ്ഞേക്കാം. ബുഷിയുടെ ഉമ്മ കാര്യങ്ങളൊക്കെ നിന്നോട് പറയും. എന്നാൽ ആ നിമിഷം തന്നെ ബുഷിയുടെ ഉമ്മയെ വിളിക്കുന്നു സിനാൻ. ഉമ്മ, പിന്നെ അൻഷിഫിന് എന്തോ പറയാണ്ട്. എന്ത് പറയാനേ? ഓൻ്റെ കുട്ടിൻ്റെ ഭാവി ജീവിതം കേടെടുത്തിയെന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ ഓൻ പറയണോ ഞാൻ കേൾക്കണോ? എനിക്ക് കേൾക്കൊന്നും വേണ്ട ഓൻ്റെ വർത്താനം. ചതിയന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ ഒരു കുട്ടിനോട്? അന്നെപ്പോലുള്ളൊരു മരുമകൻ എനിക്ക് കിട്ടിയിരിക്കുകയാണെങ്കിൽ എത്രയോ നന്നായിരുന്നു. അല്ല പിന്നെ ഉമ്മ, എന്നാലും നിങ്ങളൊന്ന് അങ്ങോട്ട് വരി. അങ്ങനെ അതാ മനമില്ലാ മനസ്സോടുകൂടെ ബുഷിയുടെ ഉമ്മ നേരെ അതാ അവൻ കിടക്കുന്ന ICUയുടെ ഭാഗത്തേക്ക് ചെല്ലുന്നു. അവൻ വിറക്കുന്ന ചുണ്ടുകളോട്, ഉമ്മ, ചതിയാ, നിന്നെ കൊല്ലാണ് വേണ്ടത്. ഇതാ എൻ്റെ മോൻ വിളിക്കണേ കൃത്യസമയത്ത്. ഹലോ മോനെ, ഏടാ? ഉമ്മ, എന്തുമ്മ, എങ്ങനെയുണ്ട്?
അളിയൻ്റെ സ്ഥിതി. അളിയൻ, കഴിവ് കെട്ട നിൻ്റെ അളിയൻ. ഇപ്പോഴാണ് എല്ലാം അറിയുന്നത്. ഞാൻ ഒന്നിനും കഴിവില്ലാതെ ആ ഒരു ബുഷിയെ കഷ്ടപ്പെടുത്തിയിരുന്നു ഇവന്. ഏതായാലും സിനാന് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടേ എനിക്ക് സമാധാനമായി അല്പം. കാരണം അത്രക്കും മോശം പ്രവൃത്തിയാണ് അവൻ ചെയ്തത് നമ്മളോട്. മോനെ, നമ്മളെ ചതിച്ചതായിരുന്നു. ഇനി ഒരിക്കലും അത് ഒന്നിനുള്ള ശേഷിയില്ല. പാവ പെണ്ണൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, വേണ്ട, ഇവനെ അങ്ങ് എന്ത് മരിച്ചങ്ങ് പോരും, നമുക്ക് ഒരു ഖേദമില്ല. പകരേ നിനക്ക് നല്ലൊരു അളിയനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഉമ്മ, നിങ്ങളെന്തേ പറയുന്നത്? അതെ മോനെ, ചതിയന്മാർക്ക് കിട്ടുന്ന ശിക്ഷയാണത്. അതെ, സിനാൻ എത്ര നല്ല മോനാണവനെന്നോ. നമ്മുടെ എല്ലാ കാര്യവും അവൻ ചെയ്തു തരുന്നുണ്ട്. എന്നെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കണില്ല. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോകുവാനോ മരുന്ന് വാങ്ങുവാനോ അവൻ സമ്മതിക്കുന്നില്ല. പകരം അവന് നമുക്ക് വേണ്ടതെല്ലാം, എത്ര ക്യാഷാണ് അവൻ ചിലവാക്കുന്നത്. ഒന്നും എന്നോട് വാങ്ങുന്നില്ല. ഞാൻ ക്യാഷ് എല്ലാത്തിനും കൊടുത്തിട്ട് പോലും, വേണ്ട ഉമ്മ, അത് നിങ്ങൾ എനിക്കുള്ളതല്ലേ, നിങ്ങൾ എൻ്റേതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എല്ലാ കാര്യവും നമുക്ക് ഇവന് മതി മോനെ. ശരിക്കും അതാ അൻഷിഫ് അത് കേൾക്കുന്നു. അതെ, അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി നേരെ തലയണയിലേക്ക്. എന്നാൽ അവൻ എന്തൊക്കെയോ മനസ്സിലാക്കി കഴിഞ്ഞു. ഇല്ല, ഉമ്മയെയും സിനാന് അവൻ്റെ ആ ഒരു ചതിയിൽ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം മനസ്സിലായി തുടങ്ങി. ശരിക്കും വല്ലാത്തൊരു വിഷമം തോന്നി അവൻക്ക്. എങ്ങനെയെങ്കിലും ബുഷി ഒന്ന് കാണിച്ചു തരൂ എനിക്ക്. വീണ്ടും അവനെ അലറി. എന്നാൽ അതാ ബുഷിയുടെ ഉമ്മ, അതേ, കാണിച്ചു തന്നാൽ മതി, കുറേ കണ്ടില്ലേ, അത് മാത്രമല്ല ഈ എൻ്റെ കുട്ടീനെ ഉപദ്രവിച്ചിട്ടില്ലേ കുറേ. എന്നാൽ സിനാന് ആ കാര്യമെല്ലാം പറഞ്ഞിരുന്നു. അതെല്ലാം അവൻ പറഞ്ഞിരുന്നു. ബുഷിയെ ഉപദ്രവിച്ചതിനെക്കുറിച്ചും അവൻ്റെ വീട്ടിലൊരു ചൂരലുണ്ട് അതുകൊണ്ട് തല്ലിച്ചതച്ചതിനെക്കുറിച്ചും, അതെ, അവളെ മുഖത്തടിച്ചതിനെക്കുറിച്ചും ഒരുപാട്. എന്നാൽ ബുഷിയുടെ കാര്യത്തിൽ അതാ അവൻ പറയുന്നു, ഉമ്മ, അത് നിങ്ങളുടെ മകളെ ചതിക്കുകയായിരുന്നു ഈ ഒരു കള്ള അൻഷിഫ്. മനസ്സിലായല്ലോ? ഇനി ഒരിക്കൽ പോലും അവന് വിട്ടുകൊടുക്കരുത്. തൻ്റെ കൂട്ടുകാരൻ്റെ ചതിയെല്ലാം അതാ അൻഷിഫ് നിമിഷ നേരങ്ങൾ കൊണ്ട് മനസ്സിലാക്കുകയായിരുന്നു. സിനാൻ ഇത്രക്കും വലിയ ചതിയനാണെന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അവൻ വീണ്ടും കെഞ്ചി, ഉമ്മ. എന്നാൽ ഈ നിമിഷം തന്നെ അതാ സിനാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് അവന് വെക്കുന്നു. എന്നാൽ അവൻ കൈകൊണ്ട് ആംഗ്യം കാട്ടി വേണ്ടെന്ന് പറഞ്ഞ് അപ്പോഴേക്കും അതെ, ഒരു മയക്ക് സൂചിയിൽ ഇഞ്ചക്ഷൻ കയറ്റി. നിമിഷ നേരങ്ങൾ കൊണ്ട് അൻഷിഫ് മയക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ പാവം ബുഷി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് കാര്യമായിട്ട് പരിക്കുകളൊന്നും ഇല്ലെങ്കിലും ഈ ഹോസ്പിറ്റലിൽ എന്തിനാണ് എന്നെ കിടത്തുന്നതെന്ന് അവൾ ഉമ്മയോട് ചോദിച്ചിരുന്നു. ഉമ്മ, എനിക്ക് എന്തോ ഉമ്മ അസുഖം, എനിക്ക് കാര്യമായിട്ടില്ലല്ലോ ഒന്നും. എടി, നിന്റെ ഭർത്താവ് അവിടെ കിടക്കുമ്പോൾ നീ പിന്നെ എവിടെ പോയി നിൽക്കാനാ? അല്ല പിന്നെ അതെ, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു തരാം. പിന്നെ നിന്റെ ഭർത്താവ് എന്നുവെച്ചാൽ കഴിവ് കെട്ടവനാണ്. ആ കഴിവ് കെട്ടൻ്റെ കൂടെ ഞങ്ങൾ ഇനി നിന്നെ വിടില്ല. അവനവിടെ മരിക്കുകയെ അല്ലെങ്കിൽ ജീവിക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഒരിക്കൽ പോലും അവൻ്റെ കൂടെ വിടില്ല ഞങ്ങൾ, നോക്കിക്കോ. എന്നാൽ ബുഷിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, നിങ്ങളെന്താ പറയുന്നത്? നിങ്ങളെന്തുമ്മ പറയുന്നത്? എനിക്ക് സ്നേഹമുള്ളൊരു ഉമ്മ ഉണ്ട് അവിടെ. അതുമാത്രമല്ല, അൻഷിഫ്ക അദ്ദേഹം കരുതി കൂട്ടി ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം മറ്റേ സിനാൻ്റെ പോടി. സിനാനെ കുറിച്ച് വേണ്ടാത്തത് ഒരു വാക്ക് നീ പറഞ്ഞു പോരുത്. സിനാന് നല്ലവനാണ്. പിന്നെ പെട്ടെന്ന് അതാ ഉമ്മ, ഇതാ ചായയും നല്ല ചൂടുള്ള പരിപ്പ് വടയുണ്ട്, കഴിച്ചോളൂ. കണ്ടോ, ഇതാണ് സ്നേഹം. എൻ്റെ ഭർത്താവ് എത്ര ദിവസം എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നിനക്കറിയോ? ഉമ്മ, അതെ, എന്നെ അവൾക്ക് അല്ലെങ്കിലും ഇഷ്ടമല്ല. ഞാൻ അവളെ നന്മക്ക് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. അത് പക്ഷേ എനിക്ക് അതറിയാം. പക്ഷെ അവൾക്ക് എന്നെ കണ്ടുകൂടുമ്മ. എടി, സിനാനെ കുറിച്ച് നീ വേണ്ടാത്തെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അതെ, സിനാനെ എൻ്റെ മരുമകനാണ്. എന്നാൽ ഒരു നിമിഷം ബുഷി പറഞ്ഞു, ഉമ്മ, അത് എനിക്ക് ഏത് മോളുടെ ഭർത്താവ്? എൻ്റെ ഭർത്താവ് അൻഷിഫാണ്. എടി, അൻഷിഫിൻ്റെ കാര്യം നീ മറന്നേക്ക്. ആ കഴിവ് കെട്ടവൻ്റെ കാര്യം നീ മറന്നേക്ക്. ഇപ്പോഴല്ലേ ആ തള്ളയെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാണ് വേണ്ടത്. തള്ള എന്താ സാധനമെന്നോ. തള്ള ചിരിച്ച് കളിച്ച് മോളങ്ങോട്ട് പാട്ടിലാക്കി മയക്കായിരുന്നു. ഉമ്മ, എനിക്ക് ഉമ്മയൊന്ന് കാണണം. ദയവായി ഉമ്മ, നിങ്ങൾ അതിനൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തരും.
ആ പരട്ട കളവിയെ നിനക്ക് എന്തിനാടി? എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം മകൻ്റെ കഴിവുകേട് മറച്ചു വെച്ച് ഒരു പെണ്ണിനെ ചതിക്കാൻ വേണ്ടി. ഉമ്മ, അൻഷിഫ്ക പാവാണ് ഉമ്മ. അദ്ദേഹം എന്നെ ചതിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സിനാൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ്. പിന്നെ എടി, നീ വീണ്ടും സിനാനെ കുറ്റപ്പെടുത്തും അല്ലേ? സിനാനെ എൻ്റെ പൊന്നു മോനാണ്, എൻ്റെ പൊന്നു മരുമകന്. അവനെ വിട്ടൊരു കളിയും ഇനിയില്ല. ഇനി എനിക്കൊരു മരുമകൻ ഉണ്ടെങ്കിൽ അതെ അവന് ആണ് അത്. അത് മാത്രമല്ല ഉമ്മ, നിങ്ങൾ വേണ്ടാത്തതൊന്നും ചിന്തിക്കല്ലേ. എടി, നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം അവനെ. അവൻ എൻ്റേതാണ്. ശരിക്കും ഉമ്മയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ബുഷിയുടെ മനസ്സ് മരവിച്ചു പോയി. റബ്ബേ, അവൾ കരഞ്ഞു പറഞ്ഞു, ഉമ്മ ചതിയനാണുമ്മ, സിനാന് ചതിയനാണ്. നീ ഒന്ന് പോടി. അല്ല പിന്നെ. എന്നാൽ അതാ അവൾ വയലൻ്റ് ആകുകയാണെന്ന് അവന് മനസ്സിലായി. ഉമ്മ, ഒരു ഡോസ് ഉണ്ട്, അവൾക്ക് ഒന്ന് കൊടുക്കട്ടെ. ആ നിമിഷം തന്നെ അതാ ബുഷിക്ക് വേണ്ടിയിട്ട് അവൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ആ നിമിഷം അതാ ബുഷിയും മയക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ ഈ സമയം അതാ ഡോക്ടറും ഉമ്മയും കൂടി ചായ കുടിക്കാൻ തുടങ്ങി. ഉമ്മ, ഇത് കുടിച്ചോളേ. നല്ല ചൂടുള്ള പരിപ്പോടെ ഉണ്ട്, പിന്നെ പഴംപൊരിയുണ്ട്, കഴിച്ചോളിമ്മ. മോനെ, എന്താ ഞാൻ ചെയ്യാ? ഉമ്മ, നിങ്ങളൊന്നും വിചാരിക്കണ്ട. ചായ കുടിക്കാൻ നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോകണോ? വേണ്ട, ഇനിയിപ്പോൾ അവളെങ്ങാനും ഉണർന്നുകാണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയാലേ അത് അതിനേക്കാളും. എന്നാൽ അവളിപ്പോഴൊന്നും ഉണരൂല. ഇത് കുടിക്കേ. അവൻ ഉമ്മക്ക് വേണ്ടി ചായ ഒഴിച്ചു കൊടുത്തു. എന്നാൽ ഉമ്മ പറഞ്ഞു, മോനെ നീയും കുടിക്കേ. വേണ്ടുമ്മ, എനിക്ക് നിങ്ങളുടെ ഗ്ലാസ്സിൽ ചായ തന്നെ കുടിച്ചാൽ മതി. നമുക്ക് രണ്ടുപേർക്കും ഒരു ഗ്ലാസ് ചായ പോരെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ മക്കളും മരുക്കളൊക്കെ ഒരുപോലെ തന്നെയല്ലേ. എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയല്ലേ. ഉമ്മ, ഞാൻ നിങ്ങളുടെ ഒരു മോൻ മാത്രമല്ല, ഞാൻ നിങ്ങളുടെ എല്ലാമാണ്. ഈ മോൻ്റെ ഒരു കാര്യം എന്തൊക്കെയാണ് നീ പറയുന്നത്? അത് പിന്നെ ഉണ്ടല്ലോ, മോൻ എന്തായാലും വേണ്ടില്ല. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, മോന് എന്തായാലും എൻ്റെ ബുഷിയുടെ ഭർത്താവായിട്ട് വരണം. എൻ്റെ വീടിന് വിളക്കായിരിക്കണം. എന്നാൽ എൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റിക്കൂടെ? നമുക്കൊരുമിച്ച് ജീവിച്ചൂടെ? അല്ലെങ്കിലും ഞാൻ അവൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം എൻ്റെ വീട്ടിലേക്ക്. ഇനി അവിടെ നിർത്തൂല. നിർത്തിയത് മതിയായി. അവൻ്റെ കൂടെ ഞാൻ നിർത്തൂല. മോനെ ഞങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴും സ്വാഗതമാണ്. കാരണം ഇനിയിപ്പോൾ ബുഷിയെ ഒന്ന് പിടിക്കാനും എടുക്കാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എനിക്കിപ്പോൾ അജ്മലില്ലാതെ കാര്യം നടക്കൂല. അപ്പോൾ എൻ്റെ മോനെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അത് നിനക്ക് നിൻ്റെ വീട് കൂടെ തന്നെ അവിടെ കാണാം. ശരിക്കും അതാ അവന് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായി. എന്നാൽ ബുഷി പാവം ഇതൊന്നും അറിയുന്നില്ല. പിന്നെ ഉമ്മ, നിങ്ങൾ ആ ഷാമിലിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ഷാമിൽ അത് ഭയങ്കര ഒരു വിഷവിത്തായിരുന്നു കേട്ടോ. മോളെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിയെടുക്കുക എന്നുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഷാമിൽ അവന് ഉമ്മ അന്ന് ഓടിച്ചു വിട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്തായി തീരും. എന്താ സാധനം നമ്മളുടെ മനസ്സ് മാറ്റാൻ നടക്കുകയാണ്. എടാ മോനെ, നീ അതൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നല്ലതായിട്ടോ. അല്ലെങ്കിൽ എന്തായി തീരും. ഷാമിൽ ഓനെ ഞാൻ ആട്ടിവിട്ടു. ഇനി അങ്ങനെ എൻ്റെ കുട്ടിയെ അവൻ കാണാൻ വരട്ടെ. ചതിയൻ. അവൻ ആദ്യം ഒരു കല്യാണം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കാലാകാലം ഇങ്ങോട്ട് കാണാൻ വരാൻ പറ്റും? ഇല്ല, ഒരിക്കലുമില്ല. മോനെ, നീ ഞങ്ങളെ വിട്ടു പോരുത്. ഉമ്മ, ഞാൻ എങ്ങനെ നിങ്ങളെ വിട്ടു പോകും? ചായ കുറച്ചുകൂടി ഒഴുക്കട്ടെ. ഒരു നിമിഷം അതാ സിനാൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ കടന്നു കയറുന്നു. കാര്യം മറ്റൊന്നുമല്ല, ബുഷി മയക്കത്തിലാണ്. ഈ ഉമ്മയെ കൂടി ഒന്ന് ഉറക്കണം. അതെ, ഉമ്മയുടെ ചായയിൽ അല്പം ഉറക്കമരുന്ന് ചേർത്താൽ ആരും അറിയില്ല. നല്ല ടേസ്റ്റുള്ള ചായ കൊടുക്കണം. ഉമ്മാക്ക് നല്ല ഇഷ്ടമാണ് ഇടയ്ക്കിടെ ചായ കുടിക്കുന്നത്. ആ ചായയുടെ കൂട്ടത്തിൽ ഉമ്മാക്കുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഉമ്മ ഉറങ്ങി വീഴും. ഒരു ഭാഗത്ത് ബുഷി, ഒരു ഭാഗത്ത് ഉമ്മ. അതെ, എനിക്കെൻ്റെ കൃഷിയിടമാക്കാം ഇവിടമാകെ. ആദ്യം ഉമ്മ, പിന്നെ മകൾ. അതെ, ഉമ്മയുടെ ആ ഒരു ശരീരം വളരെയധികം വെളുത്തു തുടുത്ത, വളരെയധികം ഭംഗിയുണ്ട്. ബുഷിയേക്കാളേറെ പുഷ്ടിയുണ്ട്. അതെനിക്ക് സ്വന്തമാക്കണം. അതെ, ആരും അറിയാതെ, ആ ഉമ്മ പോലും അറിയാതെ. ഉറപ്പാണ്, എന്തായാലും
തീർച്ചയായും ആ ഉമ്മയെ എനിക്ക് കിട്ടണം. മോനെ എന്താ ആലോചിക്കുന്ന? ചായ കുടിക്കുന്നില്ലല്ലോ. ആ ചായ ഞാൻ അങ്ങനെ ബുഷിയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കായിരുന്നു. എത്ര നല്ലൊരു പെൺകുട്ടിയാണ്. അൻഷിഫ് ഇങ്ങനെ ചതിക്കാൻ പാടുണ്ടായിരുന്നോ? എന്തായാലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. അവരെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറയാണ് വേണ്ടത്. മോനെ നമുക്കൊന്ന് പോയി വന്നാലോ? അങ്ങനെ വിട്ടാൽ പറ്റൂലല്ലോ. ഓൾക്കെതിരെ കേസാണ് കൊടുക്കേണ്ടത്, ആ തള്ളക്കെതിരെ. എന്താ തള്ളി മോനെ സാധനം എന്നാ? അതിന് പകരമായിട്ട് അവനക്ക് ഇത്രയും വലിയൊരു ശിക്ഷ കിട്ടുന്നത്. ആ പിന്നെ എന്നാൽ ആ ബുഷി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അവളെ ഭർത്താവിനെ കുറിച്ച്. ഇങ്ങനെയാണെന്ന് അങ്ങനെയാണോ ഒന്നും പറഞ്ഞില്ലല്ലോ. വല്ലാത്തൊരു പുതുമന്നത്. ആ പെണ്ണിന് ഇത് എന്തിൻ്റെ കേടേക്കും? ഉമ്മ, അത് നിങ്ങൾക്ക് അറിയായിട്ടാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള അൻഷിഫുമായുള്ള ആ ഒരു ബന്ധം നിലനിന്ന് പോയെങ്കിൽ മാത്രമേ ഷാമിലുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. അൻഷിഫ് കഴിവില്ലാത്തൊരാളാണെങ്കിൽ കൂടിയിട്ട് ഷാമിൽ ആണത്തമുള്ള ചെക്കനാണ്. അതെ, അവർക്ക് അവരുടേത് പേരിന് ഭർത്താവ് ഇവിടെ, എന്നാൽ അവരുടെ പല കളികളും മറ്റിടത്ത്. അങ്ങനെയൊക്കെ അതല്ലേ പറ്റുകയുള്ളൂ. അതാണ് അവളുടെ വിളവ്. അതൊക്കെ മറ്റവൻ്റെ ബുദ്ധിയാണ് മാ. ഭർത്താവ് ഇങ്ങനെ കഴിവ് കെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും മറ്റവനായിരിക്കും ഈ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കാര്യം മറ്റൊന്നുമല്ല, അതെ അവൻ്റെ ആ ഒരു അവസ്ഥകൾ അതങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മ, ഷാമിൽ പഠിച്ച കള്ളനാണ്. അവനൊരിക്കൽ പോലും ബുദ്ധി കുറഞ്ഞവനല്ല. ബുഷിയെ തട്ടിയെടുക്കാൻ വേണ്ടി അവൻ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായത് ഒരിക്കൽ പോലും നീ അവനുമായി പിരിയരുത്, എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ കിട്ടുകയുള്ളൂ എന്നുവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അത് ഉറപ്പാണമ്മ, എനിക്ക് നന്നായിട്ടറിയാം. മോനെ സിനാൻ, ഞങ്ങൾ കൈവിട്ട് പോകരുത്. ഇല്ലുമ്മ. ആ നിമിഷം തന്നെ അതാ ഉമ്മയുടെ കൈകൾ അവൻ മുറുകെ പിടിക്കുന്നു. എന്നാൽ ഉമ്മ കരുതി, അതെ മരുമകനല്ലേ, മകൻ്റെ സ്ഥാനമല്ലേ. മോനെ, ഞങ്ങളെ കൈവിട്ടെടുത്തിട്ടോ നീയേ. ഞങ്ങൾക്ക് ഇനി ആരും ഉണ്ടാവില്ല. എൻ്റെ അജ്മൽ ഞാൻ എന്നാ വരികയെന്ന് വിചാരിച്ച് നിൽക്കണേ. എനിക്കറിയില്ല. എന്നാലും എൻ്റെ മരുമകൻ്റെ സ്ഥിതി ഇങ്ങനെയൊക്കെ ആയി തീർന്നു. ഏതായാലും അവൻ കഴിവ് കെട്ടവൻ തന്നെയാണല്ലോ. കേസ് കൊടുക്കുകയാണ് വേണ്ടത് എൻ്റെ മോളെ ഭാവി ജീവിതം നശിപ്പിച്ചതിൽ. എന്താ ചെയ്യുക? അവർ രണ്ടാരും വല്ലാത്ത സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഈ സമയം അതാ അൻഷിഫ് പതുക്കെ ആ ഒരു ബോധം അവന് തെളിഞ്ഞു വരികയാണ്. ഇനിയും ഒന്ന് ഓർമ്മ വെച്ച് വരുമ്പോഴേക്കും സിനാൻ എന്നെ ഉപദ്രവിക്കും എന്നുള്ള കാര്യം അവനക്ക് നന്നായി അറിയാം. പക്ഷേ എൻ്റെ ബുഷി, വീണ്ടും ബുഷിയെ ആലോചിച്ച് അവൻ കിടക്കുകയാണ്. പെട്ടെന്നാണ് അൻഷിഫിൻ്റെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നത്. അപകടം നടന്നതിന് ശേഷം അവൻ തനിക്ക് നൽകിയ ആ കുത്തിവെപ്പ്, ബോധം മറയുന്നതിന് മുമ്പ് കണ്ട കാഴ്ചകൾ എല്ലാം ഒരു ചതിയായിരുന്നു. ചികിത്സയുടെ പേരിൽ തന്നെ ഹോസ്പിറ്റൽ ബെഡിൽ തളച്ചിട്ടത് സിനാൻ്റെ വലിയൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ബുഷിയെ തന്നിൽ നിന്ന് എന്നേക്കുമായി തട്ടിയെടുക്കാൻ സിനാൻ മെനഞ്ഞ കുതന്ത്രമായിരുന്നു ഇതെല്ലാം. തന്നെ ഒരു രോഗിയും കുറ്റവാളിയുമായി ചിത്രീകരിച്ച് ബുഷിയുടെ മനസ്സിൽ ഇടം നേടാനായിരുന്നു സിനാൻ്റെ ശ്രമം. കൂട്ടുകാരനെന്ന് വിശ്വസിച്ചവൻ്റെ യഥാർത്ഥ മുഖം കണ്ട് അൻഷിഫ് തകർന്നു പോയി. നീ ചതിക്കുകയായിരുന്നു അല്ലടാ. അപ്പോൾ അന്ന് എനിക്ക് കുത്തിവെക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയത് ഇതിനായിരുന്നോ? എന്നെ ചതിക്കുഴിയിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടായിരുന്നോ? അതെ, അവൾക്ക് അനസ്തേഷ്യ കൊടുത്ത് മയക്കി നീ കുത്തിവെക്കാൻ കയറുന്നത് ഇഞ്ചക്ഷൻ അല്ല അല്ലേ, മറ്റു പലതുമായിരുന്നു. അവൻ്റെ മനസ്സിലേക്ക് പഴയകാല ചിന്തകൾ ഓർമ്മ വന്നു. നിർബന്ധിച്ച് ബുഷി പോലും അറിയാതെ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറഞ്ഞത്. എന്തോ അറിയില്ല, ബുഷിയുടെ പ്രാർത്ഥന കൊണ്ടാണോ എന്തോ അറിയില്ല. അപ്പോഴേക്കും ആ ഒരു ആക്സിഡൻ്റ് അവിടെ നടന്നതുകൊണ്ട് അത് നടന്നില്ല. ശരിക്കും സിനാൻ്റെ ഭാവം മാറുകയാണ്. അതെ, ഈ നിമിഷം സിനാൻ അവിടെ എത്തിയിരിക്കുന്നു. അവൻ അൻഷിഫിൻ്റെ അരികിലേക്ക് ആഞ്ഞു കുനിഞ്ഞു. ക്രൂരമായൊരു ഭാവത്തോടെ അവൻ പറഞ്ഞു, അതേടാ, ഇനി ബുഷിയെ കാണില്ല, അവൾ എൻ്റേതാകും. ദയവ് ചെയ്ത് ഒരു വട്ടമെങ്കിലും അവസാനമായി എൻ്റെ ബുഷി എനിക്കൊന്ന് കാണിച്ചു തരുമോടാ? അൻഷിഫ് ആ ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് നിസ്സഹായനായി ചോദിച്ചു. പക്ഷേ സിനാൻ്റെ മനസ്സലിഞ്ഞില്ല. അവൻ തികഞ്ഞ അനാദരവോടെയും ക്രൂരതയോടെയും അൻഷിഫിൻ്റെ മുഖത്തേക്ക് നോക്കി അവസാനത്തെ ആണിയടിച്ചു. കിടന്ന് മരിക്കാൻ നോക്ക് അൻഷിഫ്, അല്ലാതെ നിനക്ക് ഞാൻ അവളെ കാണിച്ചു തരില്ല. അങ്ങോട്ട് ജീവൻ പോയിക്കോടി. എന്താ വിഷം കുത്തിവെച്ച് തരണോ നിനക്ക്? ആ ICUവിൻ്റെ മുറിയിൽ അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തൻ്റെ പ്രാണനായ ഭാര്യയെയും സ്വന്തം ജീവിതത്തെയും ഒരു ചതിയൻ തട്ടിയെടുക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ആ നിസ്സഹായനായ ഡോക്ടർക്ക് കഴിഞ്ഞുള്ളൂ.
വഞ്ചനയുടെ ആഴം തിരിച്ചറിഞ്ഞ് അൻഷിഫ് ആ ബെഡിൽ നിന്ന് കണ്ണീരൊഴുക്കി. എന്നാൽ ബുഷിയുടെ ഉമ്മയുടെ ഓരോ കാര്യങ്ങളും നിർവഹിച്ചു കൊടുക്കുകയാണ് ഡോക്ടർ സിനാന്. എന്താണെന്നറിയില്ല, അവന് കൂടുതലായിട്ട് തന്നോടൊരു അടുപ്പമുള്ളതുപോലെയൊക്കെ തോന്നുകയാണ്. ബുഷിയുടെ ഉപ്പയുടെ വിയോഗത്തിന് ശേഷം ശരിക്കുമൊന്ന് അവളുടെ ഉമ്മ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല മനസ്സറിഞ്ഞ്. എന്നാൽ ഇപ്പോഴിതാ സിനാൻ ഓരോ തമാശകൾ പറയും. സിനാൻ വെറുമൊരു ഡോക്ടർ മാത്രമായിരുന്നില്ല, നല്ലൊരു മനുഷ്യനായിരുന്നു. സുന്ദരനും സുമുഖനുമായ ആ ചെറുപ്പക്കാരനെ ആളുകളുടെ മനസ്സ് വായിക്കുവാനുള്ള പ്രത്യേക കഴിവുണ്ടായിരുന്നു. ബുഷിയുടെ ഉമ്മയെ പരിചയപ്പെട്ട ആദ്യ നാളുകളിൽ തന്നെ അവരുടെ ഏകാന്തത അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ബുഷിയുടെ ഉമ്മാക്ക് അവനോട് ഒത്തിരി സ്നേഹവും ഇഷ്ടവും തോന്നി. ഓരോ തവണ സിനാൻ വരുമ്പോഴും ഉമ്മക്ക് ചൂടുള്ള ചായയും അവർക്കിഷ്ടമുള്ള പലഹാരങ്ങളും സ്നേഹത്തോടെ വിളമ്പുന്നത് പതിവായി. വെറുതെ ഒരു ചായ കൊടുക്കൽ മാത്രമായിരുന്നില്ല അത്. ഉമ്മ, ഈ ചായയിൽ പഞ്ചസാര പാകത്താണോ? അതോ ഇത്തിരി കൂടുതലാണോ എന്ന് ചോദിച്ച് സിനാൻ ഉമ്മയുടെ അരികിലിരിക്കുമ്പോൾ ബുഷിയുടെ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമഴ പെയ്യാൻ തുടങ്ങി. തൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇങ്ങനെയാണോ കരുതിയിരുന്നത്? അതേ കരുതലും അല്ല, അതിനേക്കാൾ കരുതലും സ്നേഹവും സിനാൻ്റെ ഓരോ വാക്കുകളിലും ചലനങ്ങളിലും അവർ കണ്ടു തുടങ്ങി. ബുഷിയുടെ ഉമ്മയുടെ മനസ്സിൽ സിനാനോട് എന്തെന്നില്ലാത്ത ഒരു ഇഷ്ടം മുളപൊട്ടാൻ തുടങ്ങി. തൻ്റെ ഭർത്താവ് തനിക്ക് തന്നിരുന്ന അതേ സുരക്ഷിതത്വവും മാധുര്യവുമുള്ള സ്നേഹം സിനാനിൽ നിന്ന് ലഭിച്ചപ്പോൾ അവർ ചിന്തിച്ചു, സിനാൻ എൻ്റെ മരുമകനാണ്, പോരാത്തതിന് എൻ്റെ ഭർത്താവിൻ്റെ കരുതലാണ് അവൻക്ക് എന്നോടുള്ളത്. ഉമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ സിനാൻ ഇതിനോടകം തന്നെ നന്നായി മനസ്സിലാക്കിയിരുന്നു. ഉമ്മയ്ക്ക് ചായക്കൊപ്പം എന്ത് കഴിക്കാനാണ് ഇഷ്ടം, എന്ത് ഡ്രസ്സാണ് ഇഷ്ടം, ഏത് നേരത്താണ് അവർക്ക് ഏകാന്തത അനുഭവപ്പെടുന്നത് എന്നൊക്കെ സിനാൻ കൃത്യമായി അറിയാമായിരുന്നു. ഓരോ തവണ ചായയും നല്ല ചൂടുള്ള കടികളും കൊണ്ടുവരുമ്പോഴും സിനാൻ്റെ കണ്ണുകളിൽ വിരിയുന്ന ആ ഒരു ആദരവും സ്നേഹവും ഉമ്മയെ ഏറെ സ്വാധീനിച്ചു. ഒരു ദിവസം വൈകുന്നേരം ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്താ വേണ്ടതെന്ന്? മോനെ എന്നും പാൽ ചായ കുടിച്ച് മടുത്തു, മോൻ നല്ല കട്ടൻ ചായ കൊണ്ടുവന്നാൽ മതി ഇന്ന്. അങ്ങനെ നല്ല കട്ടൻ ചായയും കായ വറുത്തതുമായി സിനാൻ ഉമ്മയുടെ അരികിലെത്തി. ഉമ്മ, ദാ നല്ല ചൂടുണ്ട്, പതുക്കെ കുടിക്കണേ, സിനാൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഉമ്മ ചായക്കപ്പ് കൈകളിൽ വാങ്ങുമ്പോൾ അവരുടെ കൈകൾ നേരിയതായി വിറക്കുന്നുണ്ടായിരുന്നു. അവർ സിനാൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു ചെറുപ്പക്കാരൻ്റെ പ്രസരിപ്പും സുമുഖത്വവും ഉള്ളപ്പോൾ അവൻ്റെ പെരുമാറ്റത്തിൽ മുതിർന്ന ഒരാളുടെ പക്വതയും ഭർത്താവ് തനിക്ക് തന്നിരുന്ന അതേ ഒരു കരുതലുമുണ്ടായിരുന്നു. ഒരു നിമിഷം അതാ സിനാൻ്റെ മുഖം തൻ്റെ ഭർത്താവിൻ്റെ മുഖമാണെന്ന് അവർക്ക് തോന്നി. സിനാനോട് ആ ഉമ്മാക്ക് തോന്നുന്നത് വെറുമൊരു ഇഷ്ടമല്ലായിരുന്നു, അത് ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം വീണ്ടും അനുഭവിച്ചറിയുന്നത് പോലെ ഒരു വികാരമായിരുന്നു. സിനാൻ ഏറ്റവും നല്ലതാണെന്ന് ബുഷിയുടെ ഉമ്മ ഉറച്ചു വിശ്വസിച്ചു. തൻ്റെ ജീവിതത്തിലെ ശൂന്യത നികത്താൻ വന്ന ദൈവദൂതനെ പോലെയാണ് അവർ അവനെ കണ്ടത്. എന്നാൽ അതേസമയം സിനാൻ തിരിച്ച് ആ ഉമ്മയോടും വലിയൊരു ആത്മബന്ധം തോന്നി തുടങ്ങിയിരുന്നു. സ്വന്തം ഭാര്യയെ, അല്ലെങ്കിൽ ഉമ്മയാണോ അല്ല, ഭാര്യയാണോ അല്ല, അതിലുപരിയായി ആ ഉമ്മയെ അവൻ സ്നേഹിച്ചു. അവരുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നത് സിനാന് ഒരു കടമയല്ല, മറിച്ച് അത് വലിയൊരു സന്തോഷമായിരുന്നു. ഉമ്മാക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ഒരു ദിവസം സിനാൻ തമാശയായി ചോദിച്ചു. ഉമ്മ ഒന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഇക്ക പോയതിനു ശേഷം എന്നെ ഇതുപോലെ ആരും നോക്കിയിട്ടില്ല മോനെ. നിൻ്റെ ഈ കരുതൽ കാണുമ്പോഴേ എനിക്ക് എൻ്റെ ഇക്കയെ തന്നെ ഓർമ്മ വരികയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അവർക്കിടയിലെ ആത്മബന്ധത്തിൻ്റെ ആഴം കൂടിക്കൂടി വരികയാണ്. ഉമ്മയുടെ മനസ്സിലെ ഇഷ്ടം വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ കണ്ണുകളിലും പ്രവൃത്തികളിലും പ്രകടമായിരുന്നു. എന്നാൽ ബുഷി ഉണരുമ്പോൾ, ഉമ്മ, സിനാനെ ശ്രദ്ധിക്കണട്ടോ ഉമ്മ എന്ന് പറയുമായിരുന്നു. ഒന്ന് പോടി ചിലക്കാതെ, കഴിവുകെട്ടവൻ്റെ കൂടെ നീ ഇത്രയും ദിവസം നിന്നിട്ട് നീ മിണ്ടിയില്ല. ഇപ്പോൾ നല്ലൊരുത്തിനെ കിട്ടിയപ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലാതെ നടക്കില്ല. ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തന്നെ പോകാം. കൂടാത്തത് സിനാനും കൂടെ ഉണ്ടാകും. എന്നാൽ ബുഷി വേണ്ടുമ്മ എന്ന് പലതവണ പറയുകയായിരുന്നു. ഡിസ്ചാർജിനുള്ള ദിവസങ്ങളെല്ലാം അടുത്തു വന്നു തുടങ്ങി.
ആദ്യം ബുഷിയെ ഡിസ്ചാർജ് ചെയ്യും. അതായിരുന്നു സിനാൻ്റെ ആഗ്രഹം. സിനാൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഉമ്മയുടെ മുഖത്തൊരു പ്രത്യേക തെളിച്ചമുണ്ടായിരുന്നു. അന്ന് ഉച്ചഭക്ഷണത്തിന് സമയത്ത് ഉമ്മ, ഇന്ന് നമുക്ക് ചോറ് പുറത്തുനിന്ന് കഴിക്കാം, എന്ന് ഹോസ്പിറ്റലിൽ നിന്നിങ്ങനെ കഴിക്കണ്ടല്ലോ. മോനെ, അതൊന്നും വേണ്ട, ബുഷി ഉണരില്ല, അവൾക്ക് നല്ല ഡോസിൽ കിടക്കുകയാണ്. പിന്നെ വരൂ, നമുക്ക് പോകാം. അങ്ങനെയതാ ഉമ്മ അത് ശരിവെക്കുകയായിരുന്നു. ഉമ്മയുടെ മനസ്സിലെ ഇഷ്ടം വാക്കുകളേക്കാൾ കൂടുതൽ അവരുടെ കണ്ണുകളിലും പ്രവൃത്തികളിലും പ്രകടമായിരുന്നു. സിനാൻ തിരിച്ച് ആ ഉമ്മക്ക് നൽകിയതും തുല്യമറ്റ സ്നേഹമായിരുന്നു. ഉമ്മയുടെ ചെറിയൊരു തലവേദന പോലും സിനാനെ അസ്വസ്ഥനാക്കി. അവർക്ക് കൃത്യസമയത്ത് മരുന്നുകൾ നൽകാനും അവരെ സന്തോഷിപ്പിക്കുവാനും സിനാൻ എപ്പോഴും ശ്രദ്ധിച്ചു. എന്നാൽ അതിനിടയിൽ അവർ വിചാരിക്കുന്നു, ലോകം എന്ത് പറഞ്ഞാലും തങ്ങൾക്കിടയിലുള്ള ഈ പരിശുദ്ധമായ സ്നേഹവും കരുതലും എന്നും നിലനിൽക്കുമെന്ന് അവർ രണ്ടുപേരും മനസ്സിലാക്കി. ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം സിനാനയിലൂടെ തിരികെ ലഭിച്ച ബുഷിയുടെ ഉമ്മയും ആ ഉമ്മയുടെ തണലിൽ സന്തോഷം കണ്ടെത്തിയ സിനാനും തമ്മിലുള്ള ആത്മബന്ധം വീണ്ടും അവരെ കൂടുതൽ സന്തോഷിപ്പിച്ചു. അങ്ങനെയതാ സിനാൻ്റെ ആഗ്രഹപ്രകാരം കാറിൽ അവർ കയറുന്നു. ഉമ്മ, ഇന്ന് പുറത്തുനിന്ന് ഫുഡ്, പിന്നെ അല്പസമയം ഒന്ന് റിലാക്സേഷൻ. എന്താ, ഏതായാലും ഉമ്മാക്ക് ഉപ്പയില്ലല്ലോ, അതിനു പകരമായിട്ട്. മോനെ, അതൊക്കെ അതൊന്നും പ്രശ്നമല്ല. അങ്ങനെയതാ ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകുന്ന പോലെ ബുഷിയുടെ ഉമ്മ അദ്ദേഹത്തിൻ്റെ പിറകിലായിട്ട് പോകുന്നു. ഇതൊന്നും ബുഷി അറിയുന്നേയില്ല. എന്നാൽ അതാ അവൻ്റെ കാറിൽ അവർ കയറി ഫുഡിന് വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സമയം അതാ ബുഷി ഉണർന്നു. അവൾ എന്തൊക്കെയോ, ഉമ്മ 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 എവിടെ ഉമ്മ, അവൾ വിളിച്ചു. എന്നാൽ അപ്പോഴേക്കും മറ്റു സിസ്റ്റർ ഓടി വന്ന്, എന്ത് പറ്റി? അത് ഉമ്മയും ഡോക്ടറും കൂടെ പുറത്ത് പോയതാണ്. പുറത്തോ? എന്തിന്? അവർ കാറിൽ കയറി പോകുന്നത് കൊണ്ട് ഫുഡ് കഴിക്കാൻ എന്നാണ് തോന്നിയത്. ശരിക്കും ബുഷിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. റബ്ബേ, എൻ്റെ ഉമ്മയും സിനാൻ്റെ ചതിയിൽ പെട്ടു റബ്ബേ. ഉമ്മ എന്താ അയാളുടെ കൂടെ നടക്കുന്നത്? എന്നാൽ ഈ സമയം നഴ്സിനോട് പറഞ്ഞു, എനിക്കൊന്ന് പതുക്കെ ഒന്ന് ഈ കട്ടിലിൽ നിന്ന് ഇറങ്ങണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? അതിനെന്താ, എനിക്ക് എൻ്റെ ഭർത്താവിനൊന്ന് കാണണം, എനിക്ക് കണ്ടേ തീരൂ, എനിക്കൊന്ന് കാണണം. അപ്പുറത്ത് ICUവിൻ്റെ ആ ഭാഗത്ത് കിടക്കുന്ന എൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? എന്നാൽ ബുഷിയുടെ ആ ദയനീയമായ വാക്കുകൾ കേട്ടപ്പോൾ സിസ്റ്റർ അവളെ പതുക്കെ ആ ബെഡിൽ നിന്ന് അതാ വീൽ ചെയറിലേക്ക് ഇരുത്തി നേരെ അതാ അൻഷിഫിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ സിനാനും ഉമ്മയും തിരിച്ചു വരുമോ? അഥവാ തിരിച്ചു വന്നാൽ എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ബുഷി സിസ്റ്റർമാരോട് അത് ആവശ്യപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വന്തം വീട്ടിലാണ് കേട്ടോ, അതായത് പുതുപ്പറമ്പ് കോട്ടക്കൽ വീട്ടിലാണ്. 2 ദിവസമായി വന്നിട്ട്. ഇൻഷാ അല്ലാഹ് നാളെ പോകും. നാളെ റേഞ്ചാന്ന് പറഞ്ഞു. പിന്നെ ശനി ഞായർ ലീവും കിട്ടിയപ്പോൾ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ സ്റ്റോറിയിലൊക്കെ. കാരണം മറ്റൊന്നുമല്ല, അതായത് അനിയത്തിൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. അനിയത്തിൻ്റെ കുട്ടികളെ ഇടയിൽ നിന്നൊക്കെയാണ് ഈ ഒരു സ്റ്റോറി ഞാൻ സെറ്റാക്കി പറയുന്നത്. അപ്പോൾ എന്തായാലും ശബ്ദങ്ങളൊക്കെ ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി ബുഷി നമ്മുടെ അൻഷിഫിനെ കാണുവാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സിനാൻ സമ്മതിക്കില്ല. എന്തായാലും സിനാൻ ഇല്ലാത്ത സമയം നോക്കിയാണ് അവൾ അതിനു വേണ്ടി തുനിഞ്ഞത്. എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം കേട്ടോ ബാക്കി.